ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു അടിപൊളി ഡ്രിങ്കായിട്ട് റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. മുഹറത്തിന് എല്ലാവരും ഇത് കുടിക്കുക, നോമ്പിനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസറൊന്നും കാര്യമൊന്നും വേണ്ട, ജസ്റ്റ് സിമ്പിളായിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ, ഒരു വലിയ സൈസ് മാങ്ങ ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. അതൊരു മീഡിയം സൈസ് ബൗളിലേക്ക് ഗ്രൈൻഡറിലിട്ട് പ്യൂരി ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വേറൊരു കാര്യം ചേർക്കുന്നില്ല, ജസ്റ്റ് മാംഗോ പ്യൂരിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിക്കുന്നത്, തണുത്ത പാലായിരിക്കണേ. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മധുരത്തിന് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഹാഫ് കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും കൂടി ചേർക്കാം. പക്ഷെ മിൽക്ക് മെയ്ഡ് ആകുമ്പം നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പം ജസ്റ്റ് ഒരു വലിയ സ്പൂൺ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഉടച്ചു കൊടുക്കേണ്ടത്. കട്ടകളുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് മിക്സായി പോവും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പാല് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. പക്ഷേ ഇത് ഞാൻ ഫുൾ പാലിലാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ചേർക്കുന്നത് രാവിലെ ഞാൻ കുതിർത്തി വെച്ച ഫലൂദ സീഡ്സ് ഉണ്ടല്ലോ, ഫലൂദയിലൊക്കെ കാണുന്ന ബ്ലാക്ക് സീഡ്സ്, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം മിക്സായിട്ട് ഇപ്പോൾ നല്ല കട്ടിയാവും. ഒന്നാമത് പാല് നല്ല ഫുൾ ഫാറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കണ്ടൻസ് മിൽക്കും പ്യൂരിയെല്ലാം ആകുമ്പോൾ നല്ല കട്ടിയാവും. പിന്നെ ഇത് കുറേ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് വേണം നല്ലോണം തണുപ്പിച്ച് വെക്കാൻ. പെട്ടെന്ന് ആരെങ്കിലും വരുന്നതാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുക, അല്ല പെട്ടെന്നായിട്ടും കൊടുക്കുക. ജ്യൂസറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. നല്ലോണം തണുപ്പിച്ചിട്ട് വേണം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. തണുക്കാത്തത് കുടിക്കുമ്പം തണുത്തത് കുടിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളി ടേസ്റ്റാണ്. മുഹറത്തിന് ഒരു സർബത്താക്കി കൊടുക്കണമെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം ഇതാണ് ആക്കി കൊടുത്തിട്ട് നല്ല അടിപൊളി കട്ടിയായിട്ടുള്ള പിന്നെ ജ്യൂസെന്ന് പറയുക, സർബത്തെന്ന് പറയുക, ഒരു ഷേക്ക് പോലെ. പക്ഷേ നമ്മൾ ജ്യൂസർ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. ഇതിന് ഡെക്കറേഷനായിട്ട് ഞാൻ ജസ്റ്റ് മാംഗോ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കേണ്ടത് നല്ല മധുരമുള്ള മാങ്ങ ഇരിക്കണം. കാരണം പുളിയിലെ മാങ്ങയാകുമ്പോൾ പാലിൽ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള വാങ്ങാൻ കിട്ടുമല്ലോ, നിങ്ങൾക്ക് നോക്കിയിട്ട് അത് എടുക്കുക. അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളി ജ്യൂസാണ്, എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തു.